സമർപ്പിച്ചു. ചേരാനല്ലൂർ കേന്ദ്രീകരിച്ചാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിലുള്ളതിനാൽ കുറഞ്ഞ ചെലവിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കൊച്ചിയുടെ ഉൾനാടൻ കായൽ വിനോദസഞ്ചാര മേഖലയിൽ ഇതുവരെ ആരും കടന്നു ചെല്ലാത്ത മേഖലകളെ ഏകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഹൌസ് ബോട്ട് ടൂറിസം ഹബ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കാഴ്ചയുടെ പുതുലോകം വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പച്ച തുരുത്തുകളുടെയും പൊക്കാളിപ്പാടങ്ങളുടെയും വശ്യ സൗന്ദര്യം ആസ്വദിച്ചുള്ള ഉൾനാടൻ ജലയാത്ര. എറണാകുളം ജില്ലയുടെ കുട്ടനാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കടമക്കുടിയിലെയും വരാപ്പുഴയിലെയും ജൈവ കൃഷികളുടെ നേർക്കാഴ്ചകൾ. ഇതിനും പുറമെ ഫാം ടൂറിസവും തുരുത്തുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നാടൻ കാഴ്ചകളും. ചേരാനല്ലൂർ കേന്ദ്രീകരിച്ചാണ് ടൂറിസം ഹബ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികൾ വരുന്നില്ല. കൂടുതൽ അവർക്ക് ബോട്ട്, ഹൗസ് ബോട്ടുകൾ, ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ അടുപ്പിച്ചിടാനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷമം. അതിനെല്ലാം ഒരു മാറ്റമുണ്ടാകാൻ ചേരാനല്ലൂർ പഞ്ചായത്ത് അതിർത്തിയിലുള്ള ഈ കായൽ പ്രദേശങ്ങളിൽ ബോട്ടുകളെല്ലാം, ഹൗസ് ബോട്ടുകളും ടൂറിസ്റ്റ് ബോട്ടുകളെല്ലാം കെട്ടിയിടാനുള്ള സൗകര്യങ്ങളും പാർക്കിങ്ങിന് വേണ്ടി വിനോദസഞ്ചാരികൾക്കായി എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ഫെസിലിറ്റികളുമുള്ള ഒരു പ്രദേശമാണ് ചേരാനല്ലൂർ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ച് കൊച്ചിയുടെ തിരക്കിൽപ്പെടാതെ എറണാകുളം നഗരത്തിൻ്റെ ആ മെയിൻ ഭാഗത്തെത്താതെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡ് വഴിയും മറ്റ് റൂട്ടുകളിലൂടെയെല്ലാം ഈ പ്രദേശത്ത് എത്തിച്ചേരാനാകും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ. ഹൌസ് ബോട്ട് ടൂറിസം ഹബ് പദ്ധതി തുടങ്ങിയാൽ ചേരാനല്ലൂർ, വരാപ്പുഴ, ഏലൂർ, മുളവുകാട്, കടമക്കുടി പഞ്ചായത്തുകളിൽ ഹോം സ്റ്റേകൾ തുടങ്ങാനാകും. ഇതിലൂടെ നിരവധി പേർക്ക് ജോലി സാധ്യതയുണ്ടാകും. വരാപ്പുഴ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന വിവിധ ബോട്ടുകൾ ടൂറിസ്റ്റ് ബോട്ടുകളാക്കി വീണ്ടും ഓടിക്കാനും കഴിയും. കൃത്യമായ മാസ്റ്റർ പ്ലാനോടെ പദ്ധതി നടപ്പിലാക്കിയാൽ ആലപ്പുഴയിലേതുപോലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്ന് ഈ മേഖലയിലുള്ളവർ കരുതുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ട് അവിടെ ഉണ്ട്. ഇനി അതൊന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ അത് മാത്രം പോരാ, അതൊരു മോഡിപ്പെടുത്തണം. ഒന്ന്, ഇറിഗേഷൻ ജെട്ടി അവിടെ പണിയണം. അത് ഇപ്പോൾ അവിടെ ഒരു ജെട്ടി ഉണ്ട്, ഒരു ജെട്ടി പോരാണ്ട് വരും. അപ്പോൾ ഒരു 5-6 ബോട്ടുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള ജെട്ടി, അത് ചേരാനല്ലൂർ, ഏലൂർ, മണ്ണന്തുരുത്ത്, വരാപ്പുഴ ഈ സ്ഥലങ്ങളിലായിട്ട് ഒന്നിലധികം ബോട്ടുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള ജെട്ടികൾ വേണ്ടി വരും. പിന്നെ അതിന്റെ ഹൗസ് ടെർമിനൽ, ആലപ്പുഴയിലൊക്കെ പ്രീപെയ്ഡ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് കൗണ്ടർ, പിന്നെ ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ പരസ്യം കൊടുക്കുക. ഇപ്പോൾ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലവും ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ടൂറിസം വെബ്സൈറ്റിൽ ആലപ്പുഴയെ പോലെ തന്നെ മനോഹരമായ സ്ഥലങ്ങൾ എറണാകുളത്തുണ്ട് എന്നുള്ള ഒരു പരസ്യ വാചകം അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോഡിൽ സൈൻ ബോർഡൊക്കെ വെക്കുകയാണെങ്കിൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ആകർഷിക്കും. ഇപ്പോൾ നമ്മുടെ കൊച്ചി വിമാനത്താവളം ഇറങ്ങിയിട്ട് ആളുകൾ, വിദേശ സഞ്ചാരികളും കൂടി നേരെ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അത് ഞങ്ങളുടെ സ്ഥലം കടന്നിട്ടാണ് പോകുന്നത്. അതിനേക്കാളും മനോഹരമായ സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു പരസ്യവാചകം എവിടെയെങ്കിലും എഴുതി കിട്ടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് എഴുതി കിട്ടുകയാണെങ്കിൽ ചേരാനല്ലൂർ പഞ്ചായത്തിനോ സമീപ പഞ്ചായത്തുകൾക്ക് അത് ഗുണം ചെയ്യും.